ചേട്ടാ വേറെ കാര്യം കൂടി ചോദിക്കാൻ വേണ്ട. ഇപ്പം ഈ സിനിമകളിലൊക്കെ സെൻസർ ബോർഡിൻ്റെ ഒരു ഇടപെടൽ, താങ്കൾ സീനിയറായ ഒരാളിങ്ങനെയൊക്കെ വർഷങ്ങളായിട്ട് സിനിമ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. സെൻസർ ബോർഡിൻ്റെ ഒരു ഇടപെടൽ കൃത്യമായി ചില സിനിമകൾക്ക് നടന്നു വരുന്നു. ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യമാണ്, ഒരു കലാകാരൻ്റെ ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യം, അല്ലെങ്കിൽ ഡയറക്ടറിൻ്റെ ആണെങ്കിൽ സ്ക്രിപ്റ്ററിൻ്റെ ഒക്കെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിലേക്ക് ഒരു കടന്നുകയറ്റം വരുന്നു. ഇത്തരമൊരു പ്രവണത മലയാള സിനിമ ഇപ്പം ടോവി പറഞ്ഞ പോലെ മലയാള സിനിമ ഏറ്റവും വിജയത്തിലൂടെ പോകുന്ന കാലഘട്ടത്തിലാണ് പോകുന്നത്. അത്തരമൊരു പ്രവണത വരുമ്പോൾ എങ്ങനെയാണ് ഈ സിനിമയൊക്കെ മുന്നോട്ട് പോകാമെന്ന് ചിന്തിക്കേണ്ടതായിട്ട് വരില്ലേ? എന്താ പറയാ, ഇത് വലിയ വലിയ കാര്യങ്ങളാണത്. എന്നെ കണ്ടാൽ വിവരവും വിദ്യാഭ്യാസമൊക്കെ ഉണ്ടെന്ന് തോന്നുമെങ്കിലും അതൊന്നുമില്ല. അങ്ങനെ അതൊക്കെ അവിടെ വരെ കൈ വെച്ചിട്ട് നാളെ എൻ്റെ അടുത്ത പടം പോകുമ്പോൾ അവിടെ കട്ടി മാറ്റുമവർ. അത് വളരെ ഉത്തരവാദിത്തപ്പെട്ട ജോലിയുള്ള ഒരു സംഭവമല്ലേ. അതിന് കുറ്റം പറയാൻ പറ്റില്ല. സിനിമകൾ പല പ്രായക്കാർക്കും കാണാനുള്ളതാണല്ലേ. സോ പ്രായത്തിനുള്ള സെൻസറിങ് കാര്യങ്ങളൊക്കെ എന്തായാലും വേണ്ടത് തന്നെയാണ്. അങ്ങനെ വെറുതെ അങ്ങോട്ട് ഒരു നമ്മളെ വെട്ടിമാറ്റുക എന്ന് പറയുന്ന സംഭവമൊന്നും ഒരു പടത്തിനും ചെയ്തിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനാവശ്യമുണ്ടോ വെച്ചാൽ ആവശ്യമുള്ളത് തന്നെയാണ്. സെൻസർ കഴിഞ്ഞിട്ട് വീണ്ടും വെട്ടേണ്ട രീതിയിലേക്ക് വരുന്നു. അതാണല്ലോ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. സെൻസർ കഴിഞ്ഞ് വെട്ടിയത് ശരിയായിട്ടുണ്ടാവില്ല. അത് നേരത്തെ വെട്ടിയത് അത് ഒരിക്കൽ വെട്ടിയത് ശരിയായിട്ടുണ്ടാവില്ല. അപ്പോൾ ഒന്നര വെട്ടിയിട്ടുണ്ടാവും. അങ്ങനെ ഈസി ആയിട്ട് കാണുവാണ്. അത്രേ ഉള്ളൂ. എന്താ അത് സീരിയസ് കാണാൻ പറ്റുമോ? അതൊരു സെൻട്രൽ ബോർഡിൻ്റെ ഇതാണ്, സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒരു ഇതാണത്. EDA ഭയക്കുന്നു. ഞാനോ പിന്നെ അതൊന്നുമില്ല. അത്രേ ഉള്ളൂ. നമുക്ക് അതിന് പേടിയും കാര്യമൊന്നുമില്ല. അത് നടക്കട്ടെ, അത് സെൻസർ ചെയ്യട്ടെ. എത്ര നാൾ ചെയ്യുമല്ലേ നോക്കാം നമുക്ക്.